അപ്പോൾ കണ്ട നമ്മുടെ മാവ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാവല്ല, അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഉഴുന്നും പിന്നത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഉഴുന്നും അരിയും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ അത്. ഇനി ഇതിലോട്ട് ഒരു കുറച്ച് ചോറും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു തവി. ഒരുപാട് ചോറൊന്നും ഇടരുത്. അപ്പം ഇത്ര ഒരു തരി ചോറ് കേട്ടോ. ഇത് കൂടി ഇട്ടിട്ട് ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അരി കഴിക്കേൻ്റെ ഒക്കെ വെള്ളമാണ്, ആ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പം ഞാൻ ചോറും കൂടിയും അരച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ കൈ കൊണ്ട് ആയാലും നമ്മുടെ തവി കൊണ്ടാണെങ്കിലും നല്ല പോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നാലാണ് നമ്മൾ വിചാരിച്ച പെർഫെക്റ്റ് കിട്ടും. ഇതിപ്പോൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മതി. ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. എല്ലാവരും പതഞ്ഞ് തന്നെ വരും കേട്ടോ. ഒരു ഇതുമില്ലാതെ തന്നെ പതഞ്ഞ് വരും. ഇപ്പം ഞാൻ നല്ല പോലെ മിക്സാക്കിയിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പിടാണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് വെച്ചു. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇഡ്ഡലി ആണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇങ്ങനെ മാവൊന്ന് അരച്ച് വെച്ച് നോക്ക് കേട്ടോ. അല്ല ഇത് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. കൈ കൊണ്ടാണ് ഞാൻ ബെസ്റ്റാണ്. ഇപ്പോൾ തവി കൊണ്ടാണ് കേട്ടോ ചെയ്തേക്കണം. ഇനി നമുക്ക് ഈ തവി തന്നെ വെച്ചിട്ട് നമുക്ക് കുക്കറിലുണ്ടല്ലോ ഇതിങ്ങനെ അടച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം കേട്ടോ, എങ്ങനെയായി എന്തായി നോക്കാം.